നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരീക്ഷാ കാലങ്ങൾ എത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ തന്നെ പ്രധാന പരീക്ഷകളൊക്കെ നടക്കുകയാണ്. പരീക്ഷാ കാലമാണ്, ടെൻഷനെയും ഒക്കെ ഒരു കാലം കൂടിയാണ്. പക്ഷെ അപ്പോഴും കഴിഞ്ഞ ദിവസം പരീക്ഷ തുടങ്ങുന്നതിന് മുൻപായി വന്ന ഒരു വാർത്തയുണ്ട്. അതൊരു അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയല്ലായിരുന്നു. തിരുവനന്തപുരത്ത് +2 വിദ്യാർത്ഥിയെ ജീവനൊടുക്കിയ നിലയിലാണ് കണ്ടെത്തിയത്. ഈ വട്ടിയൂർക്കാവ് മരുതൻകുഴിയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം അതും പഠിത്തത്തിലും പരീക്ഷയിലും ഒക്കെ മിടുമിടുക്കനായിട്ടുള്ള 10ാം ക്ലാസ്സിലും +1ലും ഒക്കെ തന്നെ മികച്ച വിജയം കരസ്ഥമാക്കിയ ഫുൾ A+ നേടിയ വിദ്യാർത്ഥി തന്റെ കഠിന ഹൃദയമല്ല എന്നതുകൊണ്ട് താൻ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുന്നു എന്ന് പറയുന്നു. കാരണം അച്ഛനെയും അമ്മയെ വിഷമിപ്പിക്കാൻ തന്നെ കഴിയില്ല. കാരണം തനിക്ക് 2 വട്ടം റിവിഷനും കഴിഞ്ഞു, എല്ലാം വ്യക്തമായി പഠിച്ചും കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഒന്നും തന്നെ ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് താൻ പോകുന്നു എന്ന യാത്ര പറഞ്ഞുകൊണ്ട് 17 വയസ്സുകാരൻ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് മരുതൻകുഴിയിലാണ് സംഭവം നടന്നത്. ദർശനീയം എന്ന വീട്ടിലെ രതീഷ് രാജലക്ഷ്മി ദമ്പതികളുടെ ഏക മകനായിട്ടുള്ള ദർശന ആണ് 17 വയസ്സുകാരനാണ് മരിച്ചത്. ഏക മകൻ കൂടിയാണ് ഈ ദർശൻ. രാവിലെ വീടിന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദർശന്റെ കിടപ്പുമുറിയിലെ മേശയിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. പരീക്ഷയ്ക്കായി എല്ലാം പഠിച്ചിരുന്നുവെങ്കിലും റിവിഷൻ ചെയ്ത സമയത്ത് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല എന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. അച്ഛനും അമ്മയും വിഷമിക്കരുത്, 2 പേരും തന്നെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിൽ താൻ എന്തെങ്കിലും ആകുമായിരുന്നു. കടഞ്ഞ ഹൃദയനല്ലാത്തതിനാൽ യാത്രയാകുന്നു. സിനിമയിൽ കാണുന്നത് പോലെ കൂട്ടുകാർ വലിയ ആൾക്കാർ ആകണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ദർശൻ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾക്ക് സന്ദേശവും അയച്ചിരുന്നു. വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ദർശൻ. +1 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു ദർശൻ. പക്ഷെ എന്താണ് ദർശനെ പെട്ടെന്നൊരു മാനസിക സംഘർഷം അനുഭവിച്ചതെന്നറിയില്ല. പക്ഷെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വന്നപ്പോൾ അതിന് താഴത്തെ കമന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഇതേ പ്രായമുള്ള വിദ്യാർത്ഥികൾ കമന്റ് ചെയ്തിരിക്കുന്നത്, ഈ കുഞ്ഞിനെ ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ മരിക്കാനുള്ള കാരണം മാനസിക സംഘർഷം തന്നെയാണ്. ഇവനൊന്ന് തോറ്റിരുന്നെങ്കിലോ മാർക്ക് കുറഞ്ഞിരുന്നെങ്കിലോ അവന് നൽകുന്ന ആ പ്രഷർ എത്രത്തോളം ഉണ്ടാകുമെന്നടക്കമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പലരും വരുന്നുണ്ട്. ഒന്നും ഓർമ്മ വരുന്നു കാണുകയില്ല, പലർക്കും അങ്ങനെ തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നു. ഒരുപക്ഷെ എഴുതാൻ കഴിഞ്ഞില്ല എങ്കിൽ, മാർക്ക് കുറഞ്ഞിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കൂടി ഭയന്നിട്ടാകണം. അതിൽ എടുത്തു പറയേണ്ട ഒരു വാക്കുണ്ട്, അച്ഛനും അമ്മയും എന്നെ ഒന്നും ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല, എന്തിനെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പോയേനെ എന്നാണ് പറയുന്നത്. പക്ഷെ അത്തരം മാനസിക സംഘർഷത്തിലൂടെ ആ കുട്ടി കടന്നുപോയതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തായാലും ഏക മകനായിട്ടുള്ള മാതാപിതാക്കൾക്ക് ഏക മകനായിട്ടുള്ള ആ മകൻ 17 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു. അച്ഛൻ KSRTC ഡ്രൈവർ കൂടിയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ മരുതൻകുഴിയിലാണ് വീട്.